പിണറായി വിജയൻ മൂന്നാമതും ഊഴം തേടുകയാണ്. ഈ അവസരത്തിൽ ഒരു മൂന്നാം മുന്നണി കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഈ പിണറായിയുടെ മൂന്നാം ഊഴം എന്നുള്ളത് അസ്ഥാനത്താകും. രണ്ടാം ഊഴം പോലും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു 2 ഹോഴ്സ് റേസ് പശ്ചാത്തലത്തിൽ അസംഭവ്യമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ കേരളം ഒരു 2 കുതിരകൾ ഓടുന്ന ഒരു ട്രാക്ക്, അതിൽ നിന്നും 3 കുതിരകളുടെ ട്രാക്കിലേക്ക് മാറിയിട്ട് അധികം കാലമായില്ല. പക്ഷേ മൂന്നാം കുതിര 2 കുതിരകൾക്ക് സമാന്തരമായി പോയി അതോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ 35 സീറ്റുകൾ വരെ ലഭിക്കും, അങ്ങനെ ലഭിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ രൂപീകരിക്കും എന്ന് പറഞ്ഞതല്ലാതെ ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. നാളിതുവരെയുള്ള കേരള ചരിത്രത്തിൽ മൂന്നാം കക്ഷിക്ക്, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന മൂന്നാം മുന്നണി നേതൃത്വത്തിലുള്ള കക്ഷിക്ക് ലഭിച്ചത് ഒരു സീറ്റ് മാത്രമാണ് നിയമസഭയിൽ. അത് നേമത്തെ രാജഗോപാൽ വിജയിച്ചു വന്നത് മാത്രമാണ് ഒരു പിൻബലം. ലോക്സഭയിലേക്ക് PC തോമസ് ജയിച്ചു വന്നു. ഇപ്പോഴിതാ സുരേഷ് ഗോപിയും ലോക്സഭയിലേക്ക് ജയിച്ചു വന്നിരിക്കുന്നു. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ നിയമസഭാ മണ്ഡലങ്ങളിൽ 20 എണ്ണത്തിലെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തോ ആണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭ പരിധി വെച്ച് നോക്കുമ്പോൾ അവഗണിക്കാനാവാത്തൊരു ശക്തിയായി BJP വളർന്നിരിക്കുന്നു. 20% വോട്ട് ഷെയർ ഉണ്ട്. പക്ഷെ ഇതൊരു ത്രഷ് ഹോൾഡ് ആക്കണമെങ്കിൽ 20 കൊണ്ട് ജയിക്കാനാവില്ല. ഒരു ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുമ്പോൾ 30-നും 35-നും ഇടയിൽ ശതമാനമെങ്കിലും വോട്ടുകൾ ലഭിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ BJPക്ക് വിന്നബിലിറ്റി ഉണ്ടാകൂ എന്ന തിരിച്ചറിവ്. അതുകൊണ്ടാണ് BJP സ്റ്റാർ മണ്ഡലങ്ങൾ 2 കാര്യങ്ങൾ BJP ചെയ്തു. ഒന്ന്, 14 ജില്ലകളിൽ ഒരു 2 പ്രസിഡന്റ് വീതം, അല്ലെങ്കിൽ സംഘടനാ ജില്ലകൾ, വലിയ ജില്ലകളെ 2-3 വിഭജിച്ച് സംഘടനാ ജില്ലകൾ എന്ന രൂപത്തിൽ ഓരോരുത്തർക്ക് ചുമതല കൊടുക്കുകയാണ്. അതാണ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. 2, BJP കമ്മ്യൂണിറ്റീസിലേക്ക് കൂടുതൽ ഇറങ്ങുകയാണ്. പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റി, കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 26-27% വരുന്ന ഈഴവ സമുദായത്തിൻ്റെ ഒരു ശക്തമായ പിൻബലം പരമ്പരാഗതമായി ഇടതുപക്ഷത്തിനായിരുന്നു. പ്രത്യേകിച്ചും CPM ആയിരുന്നു അതിൻ്റെ ഗുണഭോക്താക്കൾ. ഇന്ന് ഈഴവ സമുദായത്തിൻ്റെ അചഞ്ചലമായ പിന്തുണ പൂർണ്ണമായും CPMന് അവകാശപ്പെടാനാവില്ല. അതുകൊണ്ടാണ് CPMന് നിർണായക സാന്നിധ്യമുള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം, ഇവിടെയൊക്കെ BJP സ്ഥാനാർത്ഥികൾക്ക് 3 ലക്ഷത്തോളം വോട്ടുകൾ നേടാൻ സാധിച്ചതിൻ്റെ പിന്നിൽ ഈഴവ സമുദായം മാറി ചിന്തിക്കുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഈഴവ വോട്ടുകൾ നേരെ നല്ലൊരു പങ്ക് BJPയിലേക്ക് വരുന്നു. ഇതൊരു ട്രെൻഡാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻറോഡ്സ് നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ആക്ടിവിറ്റി, ഒരു കൾച്ചറൽ നറേറ്റീവ് കൂടിയാണ്. BJP ഉയർത്തുന്ന ഒരു ചിന്താധാര എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ നറേറ്റീവാണ്. അപ്പോൾ അതിന് ക്ഷേത്രങ്ങൾ, സമുദായം, ആചാരാനുഷ്ഠാനങ്ങൾ, ശബരിമല വിവാദം ഒക്കെ തന്നെ BJP തിരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്തുന്നത് കണ്ടതാണ്. അതുകൊണ്ടാണ് മാറി ചിന്തിക്കാൻ തയ്യാറായതുകൊണ്ടാണ് BJPക്ക് പശ്ചിമ ബംഗാളിൽ ശക്തമായ സാന്നിധ്യമാകാൻ കഴിഞ്ഞത്, ത്രിപുരയിൽ ഭരണത്തിലെത്താൻ കഴിഞ്ഞത് മാറി ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് കേരളത്തിലും BJP മാറി ചിന്തിച്ചിരിക്കുന്നു. തലപ്പത്ത് തന്നെ മാറ്റം വന്നിരിക്കുന്നു. തലപ്പത്ത് കെ സുരേന്ദ്രനെ മാറ്റി രാജീവ് ചന്ദ്രശേഖരനെ പ്രതിഷ്ഠിക്കുക വഴി ഒരു പുതിയ സന്ദേശം നൽകുകയാണ്. വി വോണ്ട് തിങ്ക് ഡിഫറൻ്റ്ലി. പക്ഷേ ഒരു പരമ്പരാഗതമായ BJP ശൈലിയും എല്ലാം കൂടെ ഒരു മാസ് പാർട്ടി, ഒരു കേഡർ പാർട്ടിയിൽ നിന്നും മാസ് പാർട്ടിയിലേക്ക് കേരള സാഹചര്യം അനുസരിച്ചുള്ള ഒരു പകർന്നാട്ടം. അപ്പം അങ്ങനെയാണ് മൂന്നാം കക്ഷി. അതോടൊപ്പം തന്നെ തന്ത്രപരമായ കോലീഷൻസ്, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട്, BJPക്കുള്ള ബുദ്ധിമുട്ട്, ഏറ്റവും ശക്തരായ ഘടകകക്ഷികൾ, കോൺഗ്രസിനുള്ള ഘടകകക്ഷി മുസ്ലിം ലീഗ് സ്വന്തമായി 4 വോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഘടകകക്ഷിയാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ല, കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ. അതുപോലെ CPMന് ശക്തരായ ഘടകകക്ഷികളുണ്ട്, CPI ഉൾപ്പെടെയുള്ള കക്ഷികളുണ്ട്, കേരള കോൺഗ്രസുകളൊക്കെ തന്നെ വോട്ടുള്ള കക്ഷികളാണ്. പക്ഷേ BJPയോടൊപ്പം നിൽക്കാൻ BDJs അല്ലാതെ ശക്തരെന്ന് പറയാവുന്ന അധികം ഘടകകക്ഷികൾ കേരളത്തിലില്ല. പിന്നെ ഓരോ കേരള കോൺഗ്രസിൻ്റെ ഒക്കെ സ്പ്ലിൻറ്റർ ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മാറി ചിന്തിക്കുന്ന BJP ക്രൈസ്തവ സമൂഹത്തിലേക്ക് കൂടി കണ്ണെറിയുന്നത്. അതുകൊണ്ടാണ്. കാരണം കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് ഒരു ബാലൻസിൽ 54% ഹൈന്ദവ വോട്ടാണ്. അത് 4ആയി ചിതറി നിൽക്കുന്നു.
ഈഴവ സമുദായം, നായർ സമുദായം ഒരു 13%, ബാക്കി മറ്റ് വിവിധ വിഭാഗങ്ങൾ, SC ST വിഭാഗങ്ങൾ, ആദിവാസി ഗോത്ര വിഭാഗങ്ങളെല്ലാം ചേർന്ന ഒരു വിശാലമായൊരു ഭൂമിക. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഇന്നാർക്ക് മാത്രം വോട്ട് ചെയ്യുമെന്ന് കരുതാനാവില്ല. അതേസമയം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരിക്കലും BJP വോട്ടേഴ്സ് ആയിരുന്നില്ല. പക്ഷെ മുനമ്പം വിഷയമൊക്കെ വന്നപ്പോൾ, ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചെറിയൊരു ഭാഗം മാറി ചിന്തിച്ചു. അങ്ങനെയാണ് കാസ ഉണ്ടാകുന്നത്. അതുപോലെ പുതിയൊരു പാർട്ടി ഇപ്പോൾ ജോണി നെല്ലൂരെല്ലാം ശ്രമിച്ചൊരു പുതിയ പാർട്ടിയുടെ സാധ്യത തിരക്കി. ഇപ്പോൾ ജോർജ് എ മാത്യു, മുൻ MLA ആണ് ജോർജ് എ മാത്യു ഉൾപ്പെടെ മലയോര കർഷകർക്ക്, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ആ പ്രദേശത്തെയൊക്കെ മലയോര കർഷകർക്ക് കൂടി സ്വീകാര്യമാകുന്ന ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ, അതിന് കത്തോലിക്ക സഭയുടെ മൗന പിന്തുണ ഉണ്ട് എന്നായിരുന്നു പ്രചരണം. പക്ഷേ ബിഷപ്പുമാരാരും പരസ്യമായ രംഗത്ത് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ വന്നാൽ കേരളത്തിൻ്റെ ഒരു 18% വോട്ടെങ്കിലും ക്രൈസ്തവ വോട്ടാണ്. അതും രണ്ടായി ചിതറി നിൽക്കുകയാണ്. കത്തോലിക്ക കൃത്യം 50% കത്തോലിക്കയാണ്. കത്തോലിക്ക ഇതര വിഭാഗങ്ങൾ പലതായി ചിതറി നിൽക്കുന്നു. കത്തോലിക്ക വിഭാഗം തന്നെ പല റീത്തുകളായി, മലങ്കര കത്തോലിക്ക, അതുപോലെ RCയുടെ പ്രധാന വിഭാഗമാണ് ഈ റോമൻ ലത്തീൻ റീത്ത് ഉണ്ട്, അതുപോലെ സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ, ഇങ്ങനെ 3 റീത്തുകളായി മാറി നിൽക്കുന്നു. ഇതെല്ലാം ഒരുമിച്ച് BJPക്ക് സ്വാംശീകരിക്കാനാവില്ല. പക്ഷേ ബിഷപ്പുമാരെ ക്രിസ്മസ് വേളയിൽ കാണുന്നു, ഈസ്റ്റർ വേളയിൽ കാണുന്നു. നയതന്ത്രം മോദി തന്നെ കേരളത്തിൽ വരുമ്പോൾ ബിഷപ്പുമാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. എല്ലാം തന്നെ ഒരു വലിയ ക്രിസ്ത്യൻ ഇൻറോഡ്സ് ഇൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി രീതിയിൽ വരുമ്പോൾ BJP ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രധാന മത്സരം ഇപ്പോഴും UDFും LDFും തന്നെയാണ്. അവിടെയാണ് BJP പിടിക്കുന്ന വോട്ടുകൾ. തീർച്ചയായും മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ ഓരോ തെരഞ്ഞെടുപ്പിലും BJP വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നു. 5% BJPയുടെ തുടക്കത്തിൽ 1980കളിൽ 5%-ലും താഴെയായിരുന്നു ശരാശരി വോട്ട് ഷെയർ ഓരോ മണ്ഡലങ്ങളിൽ. ചില മണ്ഡലങ്ങളിൽ മാത്രം, തിരുവനന്തപുരം പോലെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം, പാലക്കാട്, തിരുവനന്തപുരം, കാസർഗോഡ്, പ്രത്യേക കാരണങ്ങളാലാണ് BJPക്ക് പരമ്പരാഗതമായി ഒരു ചെറിയ ശതമാനം വോട്ട് അധികപ്പറ്റ് ലഭിച്ചിരുന്നു. പക്ഷേ കേരളമാസകൽ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ, കോട്ടയം ജില്ലയിലൊക്കെ BJPക്ക് കടന്നു കയറാനാവില്ല എന്ന് കരുതിയെടുത്ത് തൃശ്ശൂർ ഉൾപ്പെടെ BJP നേതാവ് സുരേഷ് ഗോപി ജയിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ BJPക്ക് വളർച്ചയുണ്ടായി. അപ്പോൾ 5%-ൽ നിന്നും 10-ആയും 15-ആയും 20-ആയും ഇപ്പോൾ വളർന്നപ്പോൾ ത്രികോണ മത്സരത്തിന്റെ ഫീൽ ലഭിക്കുന്നു. അങ്ങനെ ആന്റി ഇൻകംബൻസി, കൃത്യമായി പറഞ്ഞാൽ ആന്റി പിണറായി വോട്ടുകൾ രണ്ടായി വീതിച്ചു പോയാൽ, BJPക്കും UDFനുമായി വീതിച്ചു പോയാൽ അതിൻ്റെ പ്രയോജനം പിണറായി വിജയനും CPMനും ഇടതുപക്ഷത്തിനും കിട്ടും എന്ന ഒരു ലളിതയുക്തി ഇതിന് പിന്നിലുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിച്ചാൽ കേരളത്തിൻ്റെ സാഹചര്യം തീർച്ചയായും UDF LDF നറേറ്റീവാണ്. അവിടെ BJPക്ക് എന്ത് കാര്യം എന്ന് വിചാരിക്കുന്നവരുണ്ട്. BJP ഒരു കേരള സർക്കാർ ഉണ്ടാക്കുമെന്ന് അധികമാരും ഈ ഘട്ടത്തിൽ ചിന്തിക്കില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾക്ക് നല്ല ഒരു ഓട്ടം ലഭിച്ചാലും സംസ്ഥാനത്ത് അതുണ്ടാകണം എന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിച്ച തിരുവനന്തപുരം ജില്ലയുടെ ചില മണ്ഡലങ്ങളിൽ, വട്ടിയൂർക്കാവ്, നേമം, അതുപോലെ കഴക്കൂട്ടം, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ, അതുപോലെ ആറ്റിക്കൽ ലോക്സഭാ മണ്ഡലത്തെ പരിധിയിൽ വരുന്ന ചില ഇടങ്ങളിൽ, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധി, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ചില ഇടങ്ങൾ, കായംകുളം പോലെയുള്ള ഇടങ്ങളിൽ BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനത്താണ്, 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അനുസരിച്ച്. അങ്ങനെ നോക്കിയാൽ എഴുതിത്തള്ളാനാവില്ല, വിജയിക്കാനായില്ല എങ്കിലും മറ്റ് കക്ഷികളുടെ വിജയപരാജയങ്ങളെ സ്വാധീനിക്കാവുന്ന രീതിയിൽ ഈ 3-ാം മുന്നണി അല്ലെങ്കിൽ BJP നയിക്കുന്ന ഒരു സംവിധാനം, NDA, കേരളത്തിലെ NDA വളർന്നിരിക്കുന്നു എന്ന് പറയാം.